എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ 2 ഡോങ്കിളുകൾ പരിചയപ്പെടുത്തിയിരുന്നു, OBD സ്കാനറുകൾ. അപ്പോൾ അതിൽ തന്നെ ലോഞ്ച് എന്നുള്ള കമ്പനിയുടെ ലോഞ്ച് OBD2 സ്കാനർ സീറീഡർ 3001 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു, ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താഴെ ഒരു പോർട്ട് ഉണ്ട്, അത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പോർട്ടിലൂടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പ് ഇത് നമ്മുടെ ഡോങ്കിളല്ല, നമ്മുടെ ഡോങ്കിൾ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ തന്നെ അത് ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ചെയ്ത്, അപ്പോൾ സക്സസ്ഫുൾ ആയി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പുറമേ ഉള്ള വിദേശത്തു നിന്ന് ഉണ്ടാകുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇവരെ സൈറ്റും കാര്യങ്ങളൊക്കെ ലോഡാണ്. അപ്പോൾ നമുക്ക് ഇവരെ സൈറ്റിൽ കയറാനും പുതിയ അപ്ഡേഷന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പഴയ യൂട്യൂബേഴ്സൊക്കെ ചെയ്ത വീഡിയോ എന്നുള്ള ലിങ്ക് പ്രകാരം കയറിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. ബോക്സ് ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുന്നതാണ് ഇതിൻ്റെ ബോക്സ്. ലോഞ്ച് സീറീഡർ OBD2 സ്കാനർ 3001 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു രീതിയിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഡോങ്കിൾ വരും, അതുപോലെ തന്നെ അതിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്യേണ്ട വയർ ഇതാണോ, ഈ ഒരു പിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ഞാൻ അവരെ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അവരുടെ സൈറ്റിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഗൈഡ് പോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഏതെടുക്കേണ്ടി, പിന്നെ എന്ത് ചെയ്യേണ്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം വരെ പറയുന്നത് ഗോ ടു ഈ സീറീഡറിൻ്റെ അവരുടെ സൈറ്റിൽ കയറാണ്. അപ്പോൾ സൈറ്റിൽ കയറാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ സൈറ്റ് ഇതുപോലെ ദിസ് ഈസിൻ്റെ വർക്കിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ സൈറ്റ് എനിക്ക് തോന്നുന്നത് അവരെ ഈ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഈ സൈറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സൈറ്റ് വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സെർവർ ഡൗണോ എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ അന്ന് നോക്കിയപ്പോഴും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഷുവറാണ് ഇത് കിട്ടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ചെയ്ത യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൽ നിന്നുള്ള ലിങ്ക് പ്രകാരമാണ് നമ്മളിപ്പോൾ നമ്മളെ ഡോങ്കിൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയി. കുറേ ഓപ്ഷൻസ് ഇതിൽ കയറി വന്നു, ഒരുപാട് ഓപ്ഷൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാഫിക്കലി കാണാനുള്ളതൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട്, അതുപോലെ O2 സെൻസറിൻ്റെ കാര്യങ്ങൾ, പിന്നെ കൂളിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ തന്നാണ്, ഉപ്പ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഉപ്പ പറഞ്ഞപ്പോൾ കുറേ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവരെ സൈറ്റിൽ കയറി ഇത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഈ ഡോങ്കിളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സീറീഡറിൻ്റെ ഒരു സീരീസ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു യെസ് കൊടുക്കാണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും. അതിൽ ഇവരുടേതായിട്ടുള്ള അതായത് ഡോങ്കിളുകളൊക്കെ വേറെ ഡോങ്കിളുകളൊക്കെ അവിടെ കാണിക്കും. ഇവരെ ബ്രാൻഡിന് തന്നെ പല ഡോങ്കിളുകൾ വരുന്നുണ്ട്. ലോഞ്ച് എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണാം, ഡിവൈസ് അപ്ഗ്രേഡ് എന്നുള്ള അങ്ങനെ സിസ്റ്റം കാര്യങ്ങളൊക്കെ, പ്രൊഡക്റ്റ് സീരിയൽ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഡോങ്കിളിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു നമ്പർ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് സിങ്ക് ആവും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനത് സിസ്റ്റത്തിലൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു വയർ എടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡിസ്പ്ലേയിലേക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു, ഓട്ടോമാറ്റിക് അവിടെ സിങ്ക് ആയി. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഡൗൺലോഡ് ഇൻ്റർഫേസ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. 2023 വന്ന അപ്ഡേറ്റ് ആണ്. 2023 11-ാം മാസം വന്ന അപ്ഡേറ്റ് ആണ്. v1.01.006 വെർഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് നമ്മൾ വാങ്ങുമ്പോൾ അപ്ഡേറ്റ് ഇല്ലാതാണ് കിട്ടുക നമുക്ക്. അതായത് ഈ ഒരു 2023 അപ്ഡേഷൻ ചെയ്യാതെ ആയിരിക്കും ഈ ഒരു ഡിവൈസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സിസ്റ്റം നമ്മുടെ അടുത്തുള്ള ഇതുപോലത്തെ ഒരു ഡോങ്കിൾ ഉണ്ട്, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇത് ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അതായത് നമ്മളെ ഡോങ്കിൾ അപ്ഡേറ്റ് ചെയ്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരും തന്നതാണ് അവരുടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല, നേരെ നമ്മൾ ഈ ഒരു ഇത് ടിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മൾ ടിക്ക് കൊടുത്തിട്ടുണ്ട്. ടിക്ക് കൊടുത്തതിന് ശേഷം നേരെ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴത്തായിട്ട് ഇവിടെ ലോഡിങ് ആവുന്നത് കാണാൻ പറ്റും.
നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ലോഡിംഗ് ആയി വരുന്നുണ്ട്. മേലെ അത് കണക്റ്റഡ് എന്ന് കാണിക്കൂട്ടോ. നമ്മൾ ഈ സമയത്ത് ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ എറർ വന്നാൽ ചിലപ്പോൾ ഇതിലുള്ള OS തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓൾറെഡി ഇവിടെ കണക്റ്റഡ് ആണ്. ഇത് ചിലപ്പോൾ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ തന്നെ ഇത് ഓണായി വരും കേട്ടോ. ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഡിവൈസ് ഓണായി വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്താ വെച്ചാൽ ചെറുതാണ്, ഡിസ്പ്ലേ ഒക്കെ ചെറുതാണ്. ഇതിന് വലിയ ഡിസ്പ്ലേ വരുന്ന OBD2യുടെ വേറെ മോഡലുണ്ട്, അത് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു മോഡലാണ്, ഇതിൽ 4 ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ അപ്ഡേഷൻ കഴിയുന്നതിലൂടെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ, അതായത് O2 സെൻസറിൻ്റെ ഗ്രാഫിക്കലി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ വേറെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മളെ കാറുകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളിൽ വാഹനങ്ങളിലൊക്കെ കണക്ട് ചെയ്യേണ്ട ഭാഗം ഈ ഒരു കണക്ടറാണ്. അപ്പോൾ ഇതിൽ തന്നെ പല പിന്നുകളും വരുന്നുണ്ട്. ഇതിൽ കുറച്ച് പിന്നുകൾ മിസ്സിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചെറിയൊരു മോഡലാണ്. ഇതിൻ്റെ തൊട്ട് വലിയ മോഡൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, അതിൽ എല്ലാ പിന്നുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ചില പിന്നുകൾ കുറവാണ്, ആ ഒരു ഇതുണ്ടാവും. പിന്നെ വേറെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ബഡ്ജറ്റിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു സ്കാനറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കെന്നല്ല, നമുക്ക് ഒരു വണ്ടി ഡയഗ്നോസ് ചെയ്യാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്കാനർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേഷൻ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ഉള്ളൂ. ഇവരെ സൈറ്റിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ ഈ സൈറ്റ് ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഡോങ്കിൾ വരുന്നത്. അപ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഇഞ്ച് വരുന്ന 1.77 ഇഞ്ചിനാണ് കളർ ഡിസ്പ്ലേ. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയഗ്നോസ്റ്റിക്, ട്രബിൾ കോഡ്, ഡിഫൈൻഡിങ്, പിന്നെ ഫങ്ഷൻ. ഇറ്റ് ക്യാൻ ബി അപ്ഗ്രേഡ് USB എന്ന് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇത്രയാണ്. ഇവിടെ ഒരു ഫയൽ കണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ പോയാൽ നമുക്ക് ഈ ഒരു രീതിയിൽ 3 ഫയലുകൾ കാണാൻ പറ്റും. മേലെ ഉള്ളത് ഇവരെ യൂസർ മാനുവലാണ്. താഴെ ഉള്ളത് CR3001 ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഈ താഴെയുള്ള ഈ ഒരു സിബ് ഫയൽ ഉണ്ടല്ലോ, ഈ ഒരു സിബ് ഫയൽ ഡൗൺലോഡ് ചെയ്താൽ മതി നമുക്ക് ഇതിൽ കയറാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഈ സിബ് ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് നേരെ നമ്മളെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് പോകും. അതിൽ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുക. ബാക്കി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്ഡേറ്റ് സക്സസ് എന്ന് കാണിച്ചിട്ട് ലോഞ്ചിൻ്റെ ആ ഒരു ഇതിവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ അപ്ഗ്രേഡ് സക്സസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. DTC ലുക്കപ്പ്, ഇതിൽ ഓരോ ട്രബിൾ കോഡിൻ്റെ ആ ഒരു P00 എന്നുള്ള ജസ്റ്റ് ട്രബിൾ കോഡിൻ്റെ കോഡ് ഇവിടെ വരും. കൺഫേം ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, ബാക്ക് അടിക്കാം. താഴത്ത് ടൂൾസ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ്, യൂണിറ്റ് ഓഫ് മെഷർ, നമ്മൾ ശരിക്ക് വാനായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഡയഗ്നോസ് ഒക്കെ ഓപ്പൺ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഡയഗ്നോസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ജസ്റ്റ് നമ്മളെ വണ്ടിയായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി. ഇനിയിപ്പോൾ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇത് ഇറങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മളിത് പുതിയതായിട്ട് വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്തിട്ട് കിട്ടില്ല. കാരണം നമ്മൾ വാങ്ങിയതിന് ശേഷം അപ്ഡേഷൻ ചെയ്യേണ്ടി വരും. വാങ്ങിയതിന് ശേഷം ഓപ്ഷൻസ് ഒക്കെ ഇല്ല എന്നല്ല, ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ തന്നെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത്തരത്തിൽ ഈ ഒരു ഡോങ്കിൾ മാത്രമല്ല നമ്മളെ കയ്യിലുള്ള ഒരു OBD2യുടെ ഇത്തരത്തിൽ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ വരുന്ന അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഡോങ്കിൾ തന്നെ ഉണ്ട്. അതിന് പിന്നെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാനിങ് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമ്മളെ ചാനലിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇനിയൊന്നും ചെയ്യാനില്ല, നേരെ കിറ്റ് കൊടുക്കാനുള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് കിറ്റ് കൊടുക്കുക. കിറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഇത് ക്യാൻസൽ ആവുക, സിസ്റ്റം ഇത് ചിലപ്പോൾ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്, നോക്കാം. കിറ്റ് കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇതിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക. ലോഞ്ചിൻ്റെ ഈ ഒരു ഇത് ജസ്റ്റ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ ഡൗൺലോഡ് പറഞ്ഞ ഈ ഒരു സൈറ്റ് എടുത്താൽ ഏറ്റവും താഴത്ത് ഇവിടെ സ്പെസിഫിക്കേഷൻസ് അവിടെയാണ് വരിക. ഡൗൺലോഡിന് കാണാൻ പറ്റും. ഈ ഒരു ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. യൂസർ മാനുവൽ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അപ്ഡേഷൻ ടൂള്. ഈ ഒരു അപ്ഡേഷൻ ടൂളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്താൽ ഒരു സിപ്പ് ഫയലാണ്. സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്താൽ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോകും. അങ്ങനെയാണ് ഇത് അപ്ഡേഷൻ ചെയ്യുക. സിമ്പിൾ മെത്തേഡാണ്, നമുക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.